ഈശോയിൽ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹപ്രദമായൊരു കാലയളവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ക്ഷാരംപൂശൽ കർമ്മം നടത്തിക്കൊണ്ട് നമ്മളെ തന്നെ എളിമപ്പെടുത്തി ഈ കാലയളവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ പ്രത്യേകം നമ്മൾ പരിശ്രമിക്കുകയാണ്. ഈ കാലയളവ് നമുക്ക് അനുഗ്രഹപ്രദമാകാൻ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വായനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പല ആവർത്തി നമ്മൾ കേട്ടിട്ടുള്ളതും ധ്യാനിച്ചിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും സഭ ഇവ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നെങ്കിലും ആ സന്ദേശം നമ്മുടെ ഹൃദയത്തിൽ കയറി പറ്റി ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാകേണ്ടതിന്. അത് സംഭവിച്ചാൽ വലിയ അനുഗ്രഹമായിട്ട് നമ്മുടെ ജീവിതം മാറും എന്നുള്ളത് നാം തിരിച്ചറിയണം. ആദ്യ വാരിയിൽ നമ്മൾ കേട്ടു ജോയൽ പ്രവാചകൻ പ്രവചിക്കുന്നത്, ഇനിയെങ്കിലും, ഇതുവരെ നടന്നിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും ഇവ സംഭവിക്കട്ടെ. ഉപവാസത്തോടും വിലാപത്തോടും കണ്ണീരോടും കൂടെ കർത്താവിലേക്ക് തിരിച്ചു വരിക. എന്നിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു നിർദ്ദേശമുണ്ട്. സാധാരണ നമ്മൾ ചെയ്യാറുള്ള ചില കാര്യങ്ങളെക്കാൾ അല്പം കൂടി ഉയർന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റണമെന്ന്. നിങ്ങൾ കീറേണ്ടത് വസ്ത്രമല്ല, ഹൃദയമാണ്. നമുക്ക് സൗകര്യമുള്ള സാധാരണ നമ്മൾ ചെയ്യാറുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഈ കാലയളവിൻ്റെ അനുഗ്രഹം മുഴുവൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെന്നില്ല. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകം സൂചിപ്പിച്ച ഒരു കാര്യമാണ്, നമ്മുടെ ഈ നോമ്പുകാലം ശരീരം ക്ഷയിപ്പിക്കുന്നതിനേക്കാൾ ഹൃദയത്തെ ജ്വലിപ്പിക്കണം, ഹൃദയത്തെ പുഷ്ടിപ്പെടുത്തണം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 3 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. എൻ്റെ സന്ദേശം ആത്മീയ സമ്പത്തുള്ളവർ ഭാഗ്യവാന്മാർ. അതുകൊണ്ട് ചില അനുഷ്ഠാനങ്ങളെക്കാൾ ഈ കാലയളവിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ടത് ആത്മീയ സമ്പത്താണ്. ആത്മീയ സമ്പത്തിൻ്റെ ആ മുമ്പിൽ ലൗകിക സമ്പത്ത്, കോടികളുടെ ആസ്തി നമുക്കുണ്ടെങ്കിലും അത് എത്ര നിസ്സാരം. അതാണ് നമ്മുടെ ക്രിസ്ത്യാനികളായ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു സന്ദേശം. കാരണം ആത്മീയ സമ്പത്തിനോട് തുലനം ചെയ്യുമ്പോൾ മറ്റു പലതും, പല കാര്യങ്ങളും, ലൗകിക സമ്പത്തും ഉൾപ്പെടെ പലതും നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ പറ്റും. വിശുദ്ധ തോമസ് മൂർ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമാണ്, സ്വർഗത്തിന് പരിഹരിക്കാനാവാത്ത ഒരു പ്രശ്നവും ഭൂമിയിൽ ആർക്കും ഇല്ല. അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ ഈ ഭൂമിയിലെ കാര്യങ്ങൾ എത്ര നിസ്സാരമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ധ്യാനിച്ച് ആത്മീയ സമ്പത്ത് കൈവരിക്കാനുള്ള ഒരു കാലയളവായിട്ട് ഈ കാലയളവിനെ നമ്മൾ കാണണം. ഇന്നത്തെ 2-ാം വായന പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യം, രമ്യതയുടെ ഒരു കാലഘട്ടമായിട്ട് നമ്മൾ ഇതിനെ കാണണം എന്നാണ്. എ ടൈം ഓഫ് റെക്കൺസിലിയേഷൻ. ദൈവവുമായിട്ടും നമ്മുടെ സഹോദരങ്ങളുമായിട്ടും രമ്യതപ്പെടാനുള്ള ഒരാഹ്വാനം ഇന്നത്തെ 2-ാം വായനയിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് കാണാൻ പറ്റും. സുവിശേഷത്തെ ആസ്പദമാക്കി ഒരു 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഇന്ന് ഏറ്റെടുക്കേണ്ടത്. സുവിശേഷം, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഈ അധ്യായം കൂടെ ഈ കാലയളവിൽ വായിച്ച് ധ്യാനിക്കുന്നത് നല്ലതാണ്. 1, പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്നു. 2, ഉപവാസത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്നു. 3, ദാനധർമ്മം, ധർമ്മദാനം, അതേക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ 3 മർമ്മവശങ്ങളായിട്ട് നമുക്കിവ കാണാൻ പറ്റും. പ്രാർത്ഥന, ഉറപ്പായിട്ടും നമ്മൾ ഈ കാലയളവിൽ മറ്റു കാലയളവിനേക്കാൾ കൂടുതൽ സമയം പ്രാർത്ഥനയിൽ ചിലവഴിക്കും. പ്രാർത്ഥിച്ച് നമ്മുടെ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാനുള്ളൊരു പരിശ്രമം നമ്മളെല്ലാവരും നടത്തും. ആ സമയം നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്തീയ ജീവിതം സ്നേഹത്തിൽ ചാലിച്ച ഒരു ജീവിതമായിരിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാനും ആ സ്നേഹത്തിൽ വളരുവാനും വേണ്ടിയായിരിക്കണം. ബെനഡിക്റ്റ് 16 അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരല്ല. പച്ചയ്ക്ക് പറഞ്ഞതാ, പ്രാർത്ഥിക്കുന്നവരല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരല്ല. പറയുന്നുണ്ട്, മറ്റെന്തെല്ലാം നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാലും, എത്രമാത്രം ചാരിറ്റി കൊടുത്തെന്ന് പറഞ്ഞാലും, പ്രാർത്ഥിക്കുന്നവരല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരാകാൻ നമുക്ക് പറ്റില്ല. പറയുന്നുണ്ട്, മാക്സിമം പ്രാർത്ഥിച്ച്, അതും ദൈവസ്നേഹത്തിൽ വളരാനുള്ള
ഉദ്ദേശത്തോടെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ ഈ കാലയളവ് നമ്മെ സഹായിക്കണം. രണ്ടാമത്തെ കാര്യമാണ്, ഇതുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു കാര്യമാണ് സഹോദര സ്നേഹം. ഈ ദാനധർമ്മം എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം സഹോദര സ്നേഹത്തിൽ ചാലിച്ച ഒരു ജീവിതമായിരിക്കണം. പ്രിയപ്പെട്ടവരെ, സഹോദര സ്നേഹത്തിൽ വളരാതെ മറ്റെന്തെല്ലാം പരിത്യാഗ പ്രവർത്തികൾ ചെയ്താലും ദൈവം അത് സംപ്രീതിയോടെ കാണണമെന്നില്ല. പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർ പരസ്പരം സ്നേഹിക്കാൻ തയ്യാറാകും. അതിനുള്ള ഒരു കാലയളവ് നമ്മൾ ത്യാഗം അനുഷ്ഠിക്കുമ്പോൾ അതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ സേവ് ചെയ്യാൻ പറ്റുന്ന പണം പോലും നമുക്ക് ഈ സഹോദര സ്നേഹത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിച്ചാൽ നമ്മുടെ ഉപവാസവും പ്രാർത്ഥനകളും ഒക്കെ അർത്ഥവത്താകും. മൂന്നാമതൊരു കാര്യം ഉപവാസം. നമുക്കറിയാം, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ക്രിസ്തീയ ജീവിതം ആത്മപരിത്യാഗത്തിൽ ചാലിച്ച ജീവിതമാണ്. നമുക്ക് ഈ ഒരു കാര്യത്തിന് നമ്മൾ തയ്യാറാകാതിരുന്നാൽ ജഡത്തിൽ ജീവിക്കാനേ പറ്റൂ. റോമാലേഖനം 8:13 പറഞ്ഞിട്ടുണ്ട്, ജഡികരായി ജീവിക്കുന്നവർ തീർച്ചയായും മരിക്കും. എന്നാൽ ജഡിക പ്രവണതകളെ ആത്മാവിനാൽ ദഹനിക്കാൻ സാധിക്കുന്നവർക്ക് നിത്യജീവൻ നേടിയെടുക്കാൻ പറ്റും. ഇതാണ് ശരിക്കുള്ള ആത്മപരിത്യാഗം. സ്വർഗത്തിന് വേണ്ടി, സ്വർഗീയ ലബ്ധിക്ക് വേണ്ടി നമ്മുടെ ജഡത്തിൻ്റെ മോഹങ്ങളെ, ലൗകിക മോഹങ്ങളെ ബലികഴിച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്ന ആത്മപരിത്യാഗം, അതിനുള്ള ഒരു കാലയളവായിട്ട് നമ്മൾ ഈ കാലയളവിനെ സ്വീകരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാതെ നമ്മൾ അൾത്താരയിലെ പൂ മാറ്റിയാലും ഹല്ലേലൂയ പാടുന്നത് അത് ഉപേക്ഷിച്ചെന്ന് പറഞ്ഞെന്നാലും നോമ്പ് കാലത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെന്നില്ല. പറയുണ്ട്, വസ്ത്രം കീറുന്നതിനേക്കാൾ ഹൃദയം കീറുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. ആഴമായ അനുതാപത്തിലൂടെ വിശ്വാസത്തിൽ വളർന്ന്, സ്നേഹത്തിൽ വളർന്ന്, വചനത്തിൽ വളർന്ന് വളരെ അർത്ഥവത്തായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ ഈ കാലയളവ് നമ്മെ സഹായിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കുകയും അതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം.